മന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ 44-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉള്ളത്. 3 ശീർഷകങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. 1. പിതാക്കന്മാരുടെ മഹത്വം. 2. ഹെനോക്ക്, നോഹ. 3. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിങ്ങനെയാണ്. 23 വാക്യങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം. ചോദ്യം 1. പ്രഭാഷകൻ 44-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം 23. ചോദ്യം 2. പ്രഭാഷകൻ 44-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട്? ഉത്തരം 3. ചോദ്യം 3. പ്രഭാഷകൻ 44-ാം അധ്യായത്തിലെ 3 ശീർഷകങ്ങളുടെ പേര് എന്തൊക്കെ? ഉത്തരം 1. പിതാക്കന്മാരുടെ മഹത്വം. 2. ഹെനോക്ക്, നോഹ. 3. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. ഇനി നമുക്ക് പിതാക്കന്മാരുടെ മഹത്വം എന്ന ശീർഷകത്തിൻ്റെ കീഴിൽ വരുന്ന ചോദ്യങ്ങൾ പരിചയപ്പെടാം. ചോദ്യം 4. നമുക്കിപ്പോൾ ആരൊക്കെയാണ് തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം എന്ന് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം മഹത്തുക്കളെയും നമ്മുടെ പൂർവ പിതാക്കന്മാരെയും. ചോദ്യം 5. മഹത്തുക്കളെയും നമ്മുടെ പൂർവപിതാക്കന്മാരെയും എങ്ങനെ പ്രകീർത്തിക്കാം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം തലമുറ ക്രമത്തിൽ. ചോദ്യം 6. ആരാണ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകിയത്? ഉത്തരം കർത്താവ്. ചോദ്യം 7. കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ എന്ത് അവർക്ക് ഓഹരിയായി നൽകി? ഉത്തരം പ്രതാപവും മഹത്വവും. ചോദ്യം 8. എപ്പോഴാണ് കർത്താവ് തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകിയത്? ഉത്തരം ആദ്യം മുതൽ തന്നെ. ചോദ്യം 9. കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും പിതാക്കന്മാർക്ക് എങ്ങനെയാണ് നൽകിയത്? ഉത്തരം ഓഹരിയായി നൽകി. ചോദ്യം 10. കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും ആർക്കാണ് ഓഹരിയായി നൽകിയത്? ഉത്തരം പിതാക്കന്മാർക്ക്. ചോദ്യം 11. പ്രഭാഷകൻ 44-ാം അധ്യായം 3-ാം വാക്യം പ്രകാരം പിതാക്കന്മാരുടെ ഇടയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഉത്തരം 1. രാജാക്കന്മാർ. 2. കീർത്തിയുറ്റ ബലാശാലികൾ. 3. ജ്ഞാനത്താൽ ഉപദേശം നൽകിയവർ. 4. പ്രവാചകന്മാർ. ചോദ്യം 12. പ്രഭാഷകൻ 44-ാം അധ്യായം 4-ാം വാക്യം പ്രകാരം പിതാക്കന്മാരുടെ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നവർ ആരെല്ലാം? ഉത്തരം 1. ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവർ. 2. വിവേകപൂർവമായ ഉപദേശം നൽകിയവരും. ചോദ്യം 13. പ്രഭാഷകൻ 44-ാം അധ്യായം 5-ാം വാക്യം പ്രകാരം പിതാക്കന്മാരിൽ ചിലർ ആരായിരുന്നു? ഉത്തരം 1. സംഗീതജ്ഞന്മാർ. 2. കവികൾ. ചോദ്യം 14.
പ്രഭാഷകൻ 44-ാം അധ്യായം 6-ാം വാക്യം പ്രകാരം പിതാക്കന്മാരിൽ എങ്ങനെ വസിച്ചവരാണ് ചിലർ? ഉത്തരം: 1. വിഭവസമൃദ്ധിയുള്ളവരും. 2. സ്വവസതികളിൽ സമാധാനപൂർവം വസിച്ചവരുമാണ് ചിലർ. ചോദ്യം 15. തങ്ങളുടെ തലമുറകളിൽ എങ്ങനെയുള്ള പിതാക്കന്മാരായിരുന്നു ഇവർ? ഉത്തരം: തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയും ആയിരുന്നു. ചോദ്യം 16. പൂരിപ്പിക്കുക. ജനങ്ങൾ പ്രകീർത്തിച്ച ഡാഷ് ആണ് ചിലർ. ഉത്തരം: പ്രസിദ്ധരാണ്. ചോദ്യം 17. പിതാക്കന്മാരിൽ എങ്ങനെ ഉള്ളവരും ഉണ്ട്? ഉത്തരം: സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുമുണ്ട്. ചോദ്യം 18. പിതാക്കന്മാരിൽ എങ്ങനെ ചെയ്തില്ലെന്ന് തോന്നുമാറ് മൺമറഞ്ഞവരുണ്ട്? ഉത്തരം: ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ്. ചോദ്യം 19. ജീവിക്കുകയോ ജനിക്കുകയോ പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറുള്ള പിതാക്കന്മാരെ പോലെ തന്നെയായിരുന്നത് ആരാണ്? ഉത്തരം: മക്കൾ. ചോദ്യം 20. എന്നാൽ അവർ എങ്ങനെയുള്ളവരായിരുന്നു? ഉത്തരം: കാരുണ്യമുള്ളവരായിരുന്നു. ചോദ്യം 21. അവരുടെ എന്ത് വിസ്മരിക്കപ്പെട്ടിട്ടില്ല? ഉത്തരം: സത്പ്രവർത്തികൾ. ചോദ്യം 22. അവരുടെ എന്ത് അവരുടെ പിൻഗാമികളിലും നിലനിൽക്കും? ഉത്തരം: ഐശ്വര്യം. ചോദ്യം 23. അവരുടെ ഐശ്വര്യം ആരിൽ നിലനിൽക്കും? ഉത്തരം: പിൻഗാമികളിലും. ചോദ്യം 24. പിതാക്കന്മാരുടെ എന്ത് മക്കളുടെ മക്കളിലും നിലനിൽക്കും? ഉത്തരം: അവകാശം. ചോദ്യം 25. പിതാക്കന്മാരുടെ അവകാശം ആരിൽ നിലനിൽക്കും? ഉത്തരം: മക്കളുടെ മക്കളിലും. ചോദ്യം 26. പിതാക്കന്മാരുടെ ആര് ഉടമ്പടികൾ പാലിക്കും? ഉത്തരം: സന്തതികൾ. ചോദ്യം 27. പിതാക്കന്മാരുടെ സന്തതികൾ എന്ത് പാലിക്കും? ഉത്തരം: ഉടമ്പടികൾ പാലിക്കും. ചോദ്യം 28. ആര് പിതാക്കന്മാരുടെ ഉടമ്പടികൾ പാലിക്കുന്നതിൽ നിലകൊള്ളും? ഉത്തരം: മക്കൾ. ചോദ്യം 29. പിതാക്കന്മാരുടെ മക്കൾ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ഉത്തരം: ഉടമ്പടി പാലിക്കുന്നതിൽ. ചോദ്യം 30. ആരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും? ഉത്തരം: പിതാക്കന്മാരുടെ. ചോദ്യം 31. പിതാക്കന്മാരുടെ ആരെല്ലാം എന്നേക്കും നിലനിൽക്കും? ഉത്തരം: ഭാവി തലമുറകൾ. ചോദ്യം 32. ആരുടെ പ്രതാപം മാഞ്ഞു പോകുകയില്ല? ഉത്തരം: പിതാക്കന്മാരുടെ. ചോദ്യം 33. പിതാക്കന്മാരുടെ എന്ത് മാഞ്ഞു പോകുകയില്ല? ഉത്തരം: പ്രതാപം മാഞ്ഞു പോകുകയില്ല. ചോദ്യം 34. ആര് സമാധാനത്തിൽ
സംസ്കരിക്കപ്പെട്ടു? ഉത്തരം പിതാക്കന്മാർ. ചോദ്യം 35. പിതാക്കന്മാരെ സമാധാനത്തിൽ എന്തു ചെയ്തു? ഉത്തരം സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. ചോദ്യം 36. ആരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും? ഉത്തരം പിതാക്കന്മാരുടെ. ചോദ്യം 37. പിതാക്കന്മാരുടെ പേര് എത്ര നാൾ നിലനിൽക്കും? ഉത്തരം തലമുറകൾ തോറും. ചോദ്യം 38. ആരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും? ഉത്തരം പിതാക്കന്മാരുടെ. ചോദ്യം 39. പിതാക്കന്മാരുടെ എന്ത് ജനതകൾ പ്രഘോഷിക്കും? ഉത്തരം വിജ്ഞാനം. ചോദ്യം 40. ആര് പിതാക്കന്മാരെ പ്രകീർത്തിക്കുകയും ചെയ്യും? ഉത്തരം സമൂഹം. ചോദ്യം 41. സമൂഹം പിതാക്കന്മാരെ എന്താണ് ചെയ്യുന്നത്? ഉത്തരം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. അടുത്തതായി നമുക്ക് ഹെനോക്ക് നോഹ എന്ന ശീർഷകത്തിൻ്റെ കീഴിൽ വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം. ചോദ്യം 42. പൂരിപ്പിക്കുക. ഡാഷ് കർത്താവിനെ പ്രീതിപ്പെടുത്തി. ഉത്തരം ഹെനോക്ക്. ചോദ്യം 43. ഹെനോക്ക് ആരെയാണ് പ്രീതിപ്പെടുത്തിയത്? ഉത്തരം കർത്താവിനെ. ചോദ്യം 44. ആരാണ് ഉന്നതിയിലേക്ക് സംവഹിക്കപ്പെട്ടത്? ഉത്തരം ഹെനോക്ക്. ചോദ്യം 45. ഹെനോക്ക് എല്ലാ തലമുറകൾക്കും എന്തിൻ്റെ മാതൃകയാണ്? ഉത്തരം അനുതാപത്തിൻ്റെ. ചോദ്യം 46. ഹെനോക്ക് ആർക്കാണ് അനുതാപത്തിൻ്റെ മാതൃകയാകുന്നത്? ഉത്തരം എല്ലാ തലമുറകൾക്കും. ചോദ്യം 47. ആരാണ് തികഞ്ഞ നീതിമാനായിരുന്നത്? ഉത്തരം നോഹ. ചോദ്യം 48. നോഹ തികഞ്ഞ ആരായിരുന്നു? ഉത്തരം നീതിമാനായിരുന്നു. ചോദ്യം 49. വിനാശനാളുകളിൽ ഒഴിവാക്കപ്പെട്ട ആരായിരുന്നു നോഹ? ഉത്തരം മുളയായിരുന്നു. ചോദ്യം 50. വിനാശനാളുകളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം നോഹയെക്കുറിച്ച്. ചോദ്യം 51. അങ്ങനെ എന്തിനു ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു? ഉത്തരം ജലപ്രളയത്തിനു ശേഷം. ചോദ്യം 52. അങ്ങനെ ജലപ്രളയത്തിനു ശേഷം എന്ത് നിലനിന്നു? ഉത്തരം ഭൂമിയിൽ ഒരു ഭാഗം. ചോദ്യം 53. ആര് ജലപ്രളയത്താൽ നശിക്കപ്പെടില്ലെന്ന് നിത്യമായ ഉടമ്പടി നോഹയുമായി ചെയ്യപ്പെട്ടു? ഉത്തരം മർത്യകുലം. ചോദ്യം 54. മർത്യകുലം ജലപ്രളയത്താൽ നശിക്കപ്പെടില്ലെന്ന് എന്ത് അവനുമായി ചെയ്യപ്പെട്ടു? ഉത്തരം നിത്യമായ ഉടമ്പടി.
അടുത്തതായി അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നീ ശീർഷകത്തിൻ്റെ കീഴിൽ വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം. ചോദ്യം 55. ആരുടെ പൂർവപിതാവായിരുന്നു അബ്രഹാം? ഉത്തരം അനേക ജനതകളുടെ. ചോദ്യം 56. അനേക ജനതകളുടെ പൂർവപിതാവ് ആര്? ഉത്തരം അബ്രഹാം. ചോദ്യം 57. അനേക ജനതകളുടെ ആരായിരുന്നു അബ്രഹാം? ഉത്തരം പൂർവ പിതാവായിരുന്നു. ചോദ്യം 58. എന്ത് കാര്യത്തിലാണ് അബ്രഹാമുമായി സമനായ ആരുമില്ല എന്ന് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം മഹത്വത്തിൽ. ചോദ്യം 59. ആരാണ് അത്യുന്നതന്റെ നിയമം പാലിക്കുകയും ചെയ്തത്? ഉത്തരം അബ്രഹാം. ചോദ്യം 60. അബ്രഹാം എന്ത് പാലിക്കുകയും ചെയ്തു? ഉത്തരം അത്യുന്നതന്റെ നിയമം. ചോദ്യം 61. ആരാണ് അബ്രഹാമുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തത്? ഉത്തരം അത്യുന്നതൻ. ചോദ്യം 62. അത്യുന്നതൻ ആരുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു? ഉത്തരം അബ്രഹാം. ചോദ്യം 63. ആരാണ് സ്വശരീരത്തിൽ ഉടമ്പടി മുദ്ര പതിച്ചത്? ഉത്തരം അബ്രഹാം. ചോദ്യം 64. അബ്രഹാം സ്വശരീരത്തിൽ ഉടമ്പടി എന്തു ചെയ്തു? ഉത്തരം മുദ്ര പതിപ്പിച്ചു. ചോദ്യം 65. എന്ത് ചെയ്യപ്പെട്ടപ്പോഴാണ് അബ്രഹാം വിശ്വസ്തത തെളിയിച്ചത്? ഉത്തരം പരീക്ഷിക്കപ്പെട്ടപ്പോൾ. ചോദ്യം 66. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ എന്താണ് ചെയ്തത്? ഉത്തരം വിശ്വസ്തത തെളിയിച്ചു. ചോദ്യം 67. ആരുടെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് കർത്താവ് ശപഥം ചെയ്തത്? ഉത്തരം അബ്രാഹത്തിന്റെ. ചോദ്യം 68. അബ്രഹാമിൻ്റെ സന്തതികൾ വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ആരാണ് അവനോട് ശപഥം ചെയ്തത്? ഉത്തരം കർത്താവ്. ചോദ്യം 69. അബ്രഹാമിൻ്റെ സന്തതികൾ വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുന്നതിനായി കർത്താവ് അവനോട് എന്താണ് ചെയ്തത്? ഉത്തരം ശപഥം ചെയ്തു. ചോദ്യം 70. എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് അബ്രഹാമിന് ലഭിച്ചത്? ഉത്തരം 1. ഭൂമിയിലെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്ന്. 2. അവൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്ന്. 3. അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവന് വാഗ്ദാനം ലഭിച്ചു. ചോദ്യം 71. പൂരിപ്പിക്കുക. ഭൂമിയിലെ ഡാഷ് പോലെ അവനെ വർദ്ധിപ്പിക്കും. ഉത്തരം മണൽത്തരി പോലെ.
ചോദ്യം 72. അബ്രഹാമിൻ്റെ സന്തതി ആകാശത്തിലെ എന്തുപോലെ പെരുകും? ഉത്തരം നക്ഷത്രങ്ങൾ പോലെ. ചോദ്യം 73. അവർ എന്തു മുതൽ എന്ത് വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്ന് അവന് വാഗ്ദാനം ലഭിച്ചു? ഉത്തരം സമുദ്രം മുതൽ സമുദ്രം വരെയും. ചോദ്യം 74. അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും എന്തു ചെയ്യാൻ ഇടവരുത്തും എന്നാണ് അവന് വാഗ്ദാനം ലഭിച്ചത്? ഉത്തരം അവകാശമാക്കാൻ. ചോദ്യം 75. അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്ന് അബ്രഹാത്തിന് എന്താണ് ലഭിച്ചത്? ഉത്തരം വാഗ്ദാനം. ചോദ്യം 76. ആർക്ക് പിതാവായ അബ്രഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു? ഉത്തരം ഇസഹാക്കിന്. ചോദ്യം 77. ആര് മൂലമാണ് അതേ വാഗ്ദാനം നൽകപ്പെട്ടത്? ഉത്തരം പിതാവായ അബ്രഹാം മൂലം. ചോദ്യം 78. ഇസഹാക്കിന് പിതാവായ അബ്രഹാം മൂലം എന്താണ് നൽകപ്പെട്ടത്? ഉത്തരം അതേ വാഗ്ദാനം. ചോദ്യം 79. ആർക്കു വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിൻ്റെ ശിരസിൽ വെച്ചു? ഉത്തരം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള. ചോദ്യം 80. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള എന്ത് യാക്കോബിൻ്റെ ശിരസിൽ അവിടുന്ന് വെച്ചു? ഉത്തരം അനുഗ്രഹവും ഉടമ്പടിയും. ചോദ്യം 81. എല്ലാം മനുഷ്യർക്ക് വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും ആരുടെ ശിരസിൽ അവിടുന്ന് വെച്ചു? ഉത്തരം യാക്കോബിൻ്റെ ശിരസിൽ. ചോദ്യം 82. അവിടുന്ന് ആരെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി? ഉത്തരം യാക്കോബിനെ. ചോദ്യം 83. അവിടുന്ന് യാക്കോബിനെ അംഗീകരിച്ച് എന്താണ് നൽകിയത്? ഉത്തരം പൈതൃക അവകാശം. ചോദ്യം 84. അവിടുന്ന് എന്ത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു? ഉത്തരം ഓഹരി നിശ്ചയിച്ച്. ചോദ്യം 85. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് ആർക്കാണ് ഭാഗിച്ചു കൊടുത്തത്? ഉത്തരം 12 ഗോത്രങ്ങൾക്കായി. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.